ഈ ജയേഷ് അതിൻ്റെ ഇടയ്ക്ക് കുട്ടികളുടെ ഫോട്ടോ എടുത്ത് തുടയ്ക്കുന്നത് കണ്ടു. ഞങ്ങളുടെയൊക്കെ വല്ലാതെ ഉള്ളുലഞ്ഞു പോയൊരു നിമിഷമായിരുന്നു അത്. മോള് മിടുക്കിയായി നാടകമൊക്കെ കളിച്ച് എല്ലാം സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥലമായിരിക്കുമല്ലോ. ഒരുപാട് ഓർമ്മകളുണ്ടാവുമല്ലേ ജയേഷ് ആ വീടുമായിട്ട് ചുറ്റിപ്പറ്റി? ഉണ്ട് സാറേ, തീർച്ചയായിട്ടും. കാരണം ഓർക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മക്കൾക്ക് എൻ്റെ കഷ്ടപ്പാട് അറിയാം. അവർ ചെറുപ്പം മുതൽ അറിയുന്നതാണ്. കാരണം ഞാൻ HML ഹാരിസൺസ് മലയാളം കമ്പനിയിലെ ഒരു പെർമനൻ്റ് തൊഴിലാളിയാണ്. തൊഴിലാളി പറഞ്ഞാൽ അവിടുത്തെ സൂപ്പർവൈസറോ ഫീൽഡ് ഓഫീസറോ ഒന്നുമല്ല, സാധാ വർക്കറാണ്. ഞാനവിടെ മരുന്നടിക്കാൻ പോകണം, അതുപോലെ വളടാൻ പോകണം, തേയില നുള്ളാനൊക്കെ പോകണം. അങ്ങനെ എനിക്കൊരു 400 ചില്ലാൻ രൂപയാണ് ഒരു ദിവസത്തെ കൂലി വേതനം എന്ന് പറയുന്നത്. അതുകൊണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ നമുക്കറിയാം നമ്മുടെ നിത്യോപയോഗ സാധനങ്ങളുടെ വിലയെല്ലാം. അതുപോലെ തന്നെ വീട്ടിലെ കറണ്ടായാലും ഗ്യാസ് ആയാലും ഇതൊക്കെ വേണം. അതിനിടയ്ക്കാണ് എനിക്ക് മക്കളെ പഠിപ്പ്. ഞാനൊരു തോട്ടം തൊഴിലാളിയാണ്. പക്ഷേ അവിടെ നിന്ന് എൻ്റെ മക്കൾക്ക്, ഞാൻ തോട്ടത്തിൽ പണിയെടുത്തു, ആ തോട്ടത്തിൽ എൻ്റെ മക്കൾക്കൊരു ജോലി വേണ്ട, അവരവിടെ ഇറങ്ങണ്ട എന്നുള്ള നിലയ്ക്ക് വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് സാർ എൻ്റെ മക്കൾക്ക് ഞാൻ നല്ല വിദ്യാഭ്യാസം കൊടുത്തത്. അതിൽ എൻ്റെ കഷ്ടപ്പാടും എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെയാണ് മക്കൾ, എൻ്റെ ആഗ്രഹം എന്തായിരുന്നോ അതിനനുസരിച്ചിട്ട് തന്നെയാണ് അവർ നല്ല പഠിച്ച് ഇവിടുന്ന് SSLCക്ക് നല്ല മാർക്കായിരുന്നു 2 പേർക്കും. അതുപോലെ തന്നെ 2 ആൾക്കും ഡിഗ്രി +2 നല്ല മാർക്ക് കിട്ടി. അതുവഴി തന്നെ 2 ആൾ ഗവൺമെൻറ് കോളേജിലാണ് പഠിച്ചു വന്നത്. മൂത്തവൾ ഡിഗ്രി ചെറിയവൾ ഡിഗ്രി ഇപ്പോൾ കഴിഞ്ഞിട്ടിരിക്കുന്നത്. അവളും NMSM ഗവൺമെൻറ് കോളേജിലാണ് അവളും പഠിച്ച് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തത്. മൂത്തവളെക്കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് പറയാനുണ്ട് സാറേ. കാരണം ഞാൻ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ഒക്കെ കണ്ടതാണ്, നമ്മളെ ഉണ്ണികൃഷ്ണ മാഷെക്കുറിച്ചൊക്കെ പറയുന്നത്. നമ്മളെ വെള്ളാർമല സ്കൂളിനൊക്കെ ശരിക്കും പറഞ്ഞാൽ ഈ കേരളക്കര ഒട്ടാകെ അറിയിച്ചത് പുള്ളിയാണ്. കാരണം എൻ്റെ മോളെയൊക്കെ ഒരു കഴിവ്, അവളെ ഉള്ളിലൊരു കലാകാരി ഉണ്ട് എന്നുള്ളത് പുറത്ത് കൊണ്ടുവന്ന് ലോകത്തെ അറിയിച്ചത് ശരിക്കും ഉണ്ണികൃഷ്ണ മാഷാണ്. അവളെ ഒരു കൊല്ലം അവൾ വയനാട് ജില്ലേൻ്റെ ബെസ്റ്റ് ആക്ടറായിരുന്നു നാടകത്തിൽ. അതുപോലെ അവൾ സ്റ്റേറ്റ് ലെവലിൽ വഞ്ചിപ്പാട്ടിനും നാടൻപാട്ടിനൊക്കെ പോയിട്ട് അങ്ങനെ കിട്ടി വരുമ്പോൾ നമ്മുടെ മക്കൾ, തോട്ടം തൊഴിലുള്ള മക്കൾ ഇങ്ങനത്തെ ഓരോ പരിപാടിയിൽ പങ്കെടുത്തിട്ട് അവർ ട്രോഫിയും കൊണ്ട്, അച്ഛാ ഇതാ ഞങ്ങൾക്ക് ഇന്ന് പരിപാടിക്ക് പോയിട്ട് ഇങ്ങനെ ട്രോഫി കിട്ടിയ വളരെയധികം സന്തോഷം, ഒരു അഭിമാനമാണ് എനിക്ക്. പക്ഷെ ആ മൊമെൻറ്റങ്ങളും എല്ലാം ആണ് അവിടെ ആ ചളിയിലുള്ളിൽ പൊതഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് മനസ്സ് വല്ലാതായിട്ട് വേദനിച്ച് പോയി. കാരണം മക്കളെ ഒരു സന്തോഷമാണല്ലോ ഈ മൊമെൻ്റ്. എനിക്കൊക്കെ പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരു ലളിതഗാനം പാടിയാൽ പോലും ചെറിയൊരു ട്രോഫി കിട്ടിയാലോ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടിയാലൊക്കെ വളരെയധികം സന്തോഷിച്ചിരുന്ന ഒരാളാണ് ഞാൻ. അതുപോലെ തന്നെ മക്കൾക്ക് 2 പേർക്കും ഒരുപാട് മൊമെൻ്റുകൾ കിട്ടിയിട്ടുണ്ട്. അവർ ഉപജില്ലയിലും ജില്ലയിലും സ്റ്റേറ്റ് ലെവലിലൊക്കെ പോയിട്ടുള്ള ഒരുപാട് ഇത് കിട്ടി. എൻ്റെ മോൾക്ക് കിട്ടിയ ഫസ്റ്റത്തെ ഒരു മൊമെൻ്റാണത്. അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അത് ഞാനത് ആ മണ്ണിനുള്ളിൽ പൊതിഞ്ഞ് കിടക്കുന്നത് കണ്ടപ്പോൾ അതേ കിട്ടിയുള്ളൂ ഞങ്ങൾക്ക്. പിന്നെ അതുപോലെ തന്നെ 1-2 ചെറിയ ചെറിയ മൊമെൻ്റുകൾ അവിടെ കിട്ടിയിട്ട് എൻ്റെ സുഹൃത്തുക്കൾ അവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ടുണ്ട്.